നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് പെയിൻറ്റിൽ എങ്ങനെ നമുക്ക് വരയ്ക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം പെയിൻറ്റ് നമ്മൾ എടുക്കുന്നതിന് വേണ്ടി ടൈപ്പ് ഹിയർ ടു സെർച്ച്, അവിടെ നമ്മൾ പെയിൻറ്റ് പി എന്ന് അടിച്ചു കൊടുത്താൽ വരും പെയിൻറ്റ്. ആ പെയിൻറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഓപ്ഷൻ ഇങ്ങനെ വരുന്നതായിരിക്കും. ഇവിടെ ഇവിടെ കണ്ട ഈ ഏറ്റവും മൂലയിൽ പെയിൻറ്റിൻ്റെ ചിത്രമായിട്ടൊരു കാണാൻ പറ്റും. അത് നിൽക്കാൻ നമുക്ക് റീസ്റ്റോർ, മിനിമൈസ്, ക്ലോസ്, നമുക്ക് ഇത് വേണമെങ്കിൽ ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് ചെയ്യുക, മിനിമൈസ് ചെയ്യണമെങ്കിൽ അടിക്ക് പോകണമെങ്കിൽ മിനിമൈസ് ചെയ്താൽ നമുക്ക് അടിക്ക് പോയി. ഞാൻ വീണ്ടും എടുക്കണമെങ്കിൽ ഇവിടുന്ന് വീണ്ടും എടുത്താൽ മതി. അതുപോലെ ക്ലോസ് ചെയ്യാനും പറ്റും. പിന്നെ ഇവിടെ 4 ഓപ്ഷൻസ് കിടക്കുന്നത് കാണാം. കണ്ട സേവ് ചെയ്യാം. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകൾ മൊത്തം സേവ് ചെയ്യാൻ വേണ്ടി Ctrl+S അടിക്കുക. അപ്പോൾ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്ത വർക്ക് പെട്ടെന്ന് പുറകോട്ട് പോകണമെങ്കിൽ അപ്പോൾ Ctrl+Z അൺഡു. പിന്നെ മുന്നോട്ട് പോകണമെങ്കിൽ അത് റീഡു, അതിനാണ് Ctrl+Y. പിന്നെ നമ്മൾ പുതിയൊരു പ്രൊജക്റ്റ് വർക്ക് ചെയ്യാനാണെങ്കിൽ, അടുത്തൊരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ Ctrl+N അടിക്കുക. അപ്പോൾ പുതിയത് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഓപ്പൺ, Ctrl+O. നമുക്ക് മുന്നേ ചെയ്തിരുന്ന വർക്കുകളൊക്കെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫയലിൽ നിന്ന് വീണ്ടും തിരഞ്ഞെടുക്കാൻ വേണ്ടി Ctrl+O എന്ന ഓപ്ഷൻ എടുക്കും. അപ്പോൾ ഈ 5 നമുക്ക് ഇവിടെ എടുക്കുന്നത്. നമുക്ക് എക്സ്ട്രാ അവിടെ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ന്യൂ, ഓപ്പൺ, സേവ്, അൺഡു, റീഡു, ഈ 5 ഇവിടെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്പണിൻ്റെ ടിക്ക് കളഞ്ഞ ആ ഓപ്പണിൻ്റെ ഓപ്ഷൻ പോയി. അങ്ങനെ എക്സ്ട്രാ നമുക്ക് ഇതിലുള്ളത് ഏതെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ആ ഓപ്ഷൻസൊക്കെ ഇതിൽ വരും. അത്രയല്ലോ അവിടെ. ഇനി നമുക്ക് ഇതിൽ നിന്ന് പെൻസിൽ ടൂൾ എങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം. പെൻസിൽ ടൂൾ എടുത്തിട്ട് വരയ്ക്കണമെങ്കിൽ നമ്മൾ കണ്ട ഇങ്ങനെ വെറുതെ വരച്ചാൽ മതി. പെൻസിൽ ടൂൾ ഉപയോഗിച്ചിട്ട് വരയ്ക്കാം. ഇനി ആ പെൻസിൽ ടൂളിൻ്റെ തിക്നെസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സൈസ് എന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ കണ്ട ഇപ്പോൾ അതിൻ്റെയൊക്കെ തിക്നെസ് കൂടി. അതിൽ ഏറ്റവും മാക്സിമം തിക്നെസ് എടുത്താൽ ഏറ്റവും മാക്സിമം തിക്നെസ് കൂടി. ഇനിയിപ്പോൾ നമ്മളൊരു സർക്കിൾ വരയ്ക്കുക. സർക്കിൾ വരച്ചു. അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമുക്ക് സർക്കിൾ വരച്ചു പറഞ്ഞാൽ അതിൻ്റെ ഹൈറ്റും വിടുത്തൊക്കെ നമുക്ക് ഇഷ്ടാനുസരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ആക്കാൻ പറ്റും. നമ്മൾ പുറത്ത് ക്ലിക്ക് ചെയ്താൽ പിന്നെ അതിൻ്റെ ആക്കാൻ പറ്റില്ല. കണ്ട ഇപ്പോൾ പുറത്ത് ക്ലിക്ക് ചെയ്താൽ സർക്കിൾ അവിടെ വന്നു. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിറം കൊടുക്കണം എന്ന് ആവശ്യമുണ്ടെങ്കിൽ കണ്ട ഇവിടെ ഫിൽ വിത്ത് കളർ എന്ന ഓപ്ഷൻ കാണാം. അതെടുത്തതിന് ശേഷം ഇവിടെ ഏതെങ്കിലും കളർ എടുക്കുക. എന്നിട്ട് ഇവിടെ നിൽക്കി നമുക്ക് ആ കളർ വരും. ഇപ്പോൾ ഓറഞ്ച് എന്നാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അത് നിൽക്കിയപ്പോൾ ഇവിടെ ഈ കളർ വന്നു. ഇനി നമുക്ക് ടൈപ്പ് ചെയ്യണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ എ ടൈപ്പ് ചെയ്യുക. എ എന്ന ഓപ്ഷനിലല്ലേ കണ്ട ഇവിടെ ടെക്സ്റ്റ് എന്നുള്ളത്. അത് ടൈപ്പ് ചെയ്തതിനു ശേഷം ഇവിടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ആക്കിയ ഒരു മൗസിൻ്റെ ഇടത് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കി നമുക്കിങ്ങനെ വരും. ഇനി നമ്മൾ ടൈപ്പ് ചെയ്യും. ഇപ്പം മലയാളം എന്ന് ടൈപ്പ് ചെയ്താൽ കണ്ട മലയാളം അല്ല സ്പെല്ലിങ് MALAYALAM മലയാളം എന്നതിൻ്റെ സ്പെല്ലിങ് വന്നു. അതിൻ്റെ കളർ ഇപ്പോൾ മാറ്റണം എന്നുണ്ടെങ്കിൽ കളർ മാറ്റി കണ്ട. ഇപ്പോൾ മഞ്ഞാക്കണമെങ്കിൽ മഞ്ഞാക്കി സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ കളർ മാറ്റുക. പച്ചയാക്കണമെങ്കിൽ പച്ചയാക്കി. അങ്ങനെയാണ് അത് ഉപയോഗിക്കുക. ഇനി നമുക്ക് മായ്ക്കണം എന്നുണ്ടെങ്കിൽ ഇറേസ് ടൂൾ ഉപയോഗിക്കും. ഇറേസ് ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് മായ്ക്കാം. പക്ഷേ ഇറേസ് ടൂൾ ഉപയോഗിച്ചിട്ട് മായ്ക്കുമ്പോൾ കുറേ നേരം പിടിക്കും. കണ്ട കുറച്ച് ഇതില്ല. അപ്പോൾ ഇറേസിൻ്റെ വലിപ്പം കൂട്ടാൻ നമ്മൾ കീബോർഡിലെ കൺട്രോൾ അമർത്തുക. പിന്നെ പ്ലസ്സും അമർത്തുക. Ctrl+ അമർത്തുക. കൺട്രോളും റൈറ്റ് സൈഡിൽ കാൽക്കുലേറ്ററിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. കാൽക്കുലേറ്റർ 1 2 3 4 5 6 ആ പ്ലസ് ഓപ്ഷൻ അമർത്തുക. കണ്ട Ctrl+ അമർത്തുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടി വരുന്നുണ്ട്. ഇനി അത് ഉപയോഗിച്ചിട്ട് മായ്ച്ചാൽ നമുക്ക് വേഗം മായ്ക്കാൻ പറ്റും. Ctrl+ അമർത്തുക. അല്ലെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്തിട്ടും കളയാൻ പറ്റും. സെലക്ട് ചെയ്തിട്ട് കളയാൻ പറഞ്ഞാൽ കണ്ട സെലക്ട് ചെയ്യുക. സെലക്ട് ഓപ്ഷൻ എടുത്തിട്ട് ചതുരാകൃതി സെലക്ട് ചെയ്യുക. കീബോർഡിൽ ഡിലീറ്റ് ഓപ്ഷൻ നിൽക്കുക. ഇനിയിപ്പോൾ നമുക്കിപ്പോൾ ഒരു സർക്കിൾ വരച്ചു. ഇതിൻ്റെ കളർ ഇപ്പോൾ പച്ചയാണ്. കളർ മാറ്റുണ്ടെങ്കിൽ ഇവിടുത്തെ പച്ച കളർ 1 അവിടെ കറുപ്പ് കൊടുത്ത ആ കളർ വരും. ഇനി അതേ സാധനം നമുക്കിപ്പോൾ ഒരു കോപ്പി പുറത്ത് നിൽക്കിയിട്ട് ഇപ്പോൾ ഇതിൻ്റെ കോപ്പി വേണമെങ്കിൽ ഇതൊന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ വരച്ച് നമുക്ക് വേണ്ട. അപ്പോൾ Ctrl+Z അടിച്ച് പുറകോട്ട് പോകാൻ പറ്റും. ഈ സാധനം നമുക്കിപ്പോൾ വേണ്ടല്ലോ. ഇപ്പോൾ Ctrl+Z അടിച്ചാൽ അത് പുറകോട്ട് പോയി. ഇനി നമുക്കിത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോപ്പി എടുക്കണമെങ്കിൽ സെലക്ട് ഓപ്ഷൻ എടുക്കുക. ഇത് മൊത്തമായി നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് Ctrl+C കീബോർഡിൽ Ctrl+C അടിക്കുക. എന്നിട്ട് Ctrl+V അടിക്കുക. അപ്പോൾ പേസ്റ്റായി. എന്നിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുപോയി വയ്ക്കുക. ഇത് തന്നെ വേറെ രീതിയിൽ ചെയ്യാം. ഞാൻ ഇനി ഇത് പുറകോട്ട് വേണ്ടിയിട്ട് Ctrl+Z അടിക്കുക കേട്ടോ. ഇത് തന്നെ വേറെ രീതിയിൽ സെലക്ട് എടുക്കുക. സെലക്ട് എടുത്തതിന് ശേഷം ഇവിടെ കോപ്പി എന്ന ഓപ്ഷൻ ഉണ്ട്. കോപ്പി എന്ന ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് പാസ്റ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. പാസ്റ്റ് വെക്കുക. പാസ്റ്റ് നിൽക്കുക. ഇവിടെ പാസ്റ്റ് ആവും. പാസ്റ്റ് ഫ്രം പറഞ്ഞാൽ വല്ല ഫയലിൽ നിന്ന് നമുക്ക് പിക്ചറൊക്കെ പാസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങോട്ട് പോകും. കണ്ട പാസ്റ്റായി. ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ പൊസിഷൻ നമുക്ക് മാറ്റണമെന്ന് വിചാരിക്കുക. ഇത് കുറച്ച് മാറ്റണം എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യുക. ഇവിടെ നിന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ പാസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇവിടെ കൊടുന്ന് വയ്ക്കണമെങ്കിൽ ഇവിടെ കൊടുന്ന് വയ്ക്കാം. അങ്ങനെയും ചെയ്യാം. ഇനി നമുക്കിപ്പോൾ
ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കണമെങ്കിൽ ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ വരച്ച് വയ്ക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്കിപ്പോൾ കളർ കൊടുക്കണമെങ്കിൽ നമ്മൾ നേരത്തെ ഉപയോഗിച്ച ടൂൾ ഉപയോഗിക്കുക. ഫിൽ വിത്ത് കളർ ആ ടൂൾ ഉപയോഗിച്ചതിന് ശേഷം ഇപ്പോൾ മഞ്ഞ കൊടുത്ത് വിചാരിക്കുക. ഇതിൻ്റെ ഉള്ളിൽ മഞ്ഞ കൊടുത്ത് വിചാരിക്കുക. ഇനി ഈ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് കളറാണോ വേണ്ടത്, അതായത് ഇപ്പോൾ ഇവിടെ പച്ച കൊടുത്ത് വിചാരിക്കുക. ഇതിൻ്റെ ഉള്ളിൽ ഈ പച്ച തന്നെ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ നീലെടുത്തതിന് ശേഷം ഇപ്പോൾ ഇവിടെ നീലല്ല വരച്ചേക്കുന്നത്. ഈ പച്ചയുടെ നിറം നമുക്ക് ഇവിടെ വേണമെങ്കിൽ പിക്കപ്പ് കളർ എടുക്കാൻ പറ്റും. ഇത് എടുക്കുക, ഇവിടെ നിൽക്കുന്നതിന് ശേഷം ഈ കളർ ഇവിടെ നിൽക്കുക, അപ്പോൾ ആ കളർ വരും. ഇപ്പോൾ ബ്ലൂ വേണമെങ്കിൽ ഇതിവിടെ നിൽക്കാണ്ട് തന്നെ നമുക്ക് ഈ സാധനം നിൽക്കുക, കളർ പിക്കർ, ഈ ബ്ലൂ എടുക്കുക, ഇവിടെ വെച്ചാൽ ബ്ലൂ ആവും. അതിനാണ് അത് ഉപയോഗിക്കുക. സൂം ചെയ്യണമെങ്കിൽ ഒരു ഏരിയ നമുക്ക് സൂം ചെയ്ത് വരണമെങ്കിൽ അങ്ങനെ സൂം ചെയ്യാൻ പറ്റും. അതിനാണ് ഈ ടൂൾ ഉപയോഗിക്കുക. ഇതിപ്പോൾ 300% ആയിട്ട് ഇവിടെ കാണാൻ പറ്റും എത്ര സൂമായിട്ടും. നമുക്ക് 200, 100, 50 അങ്ങനെ ആക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ നമുക്ക് ആവശ്യമുള്ള അതിൻ്റെ സൈസ് നമുക്ക് പുറത്ത് കൂട്ടണമെങ്കിൽ, ഷീറ്റിൻ്റെ സൈസ് വലത്തോട്ട് കൂട്ടണമെങ്കിൽ ഇവിടെ കണ്ട ചതുരാക്കളിൽ ഒരു ചെറിയൊരു സാധനം കാണാൻ പറ്റും. നമ്മൾ വലത്തോട്ട് നീക്കുക, ഇങ്ങോട്ട് പോകാൻ പറ്റും. അതേപോലെ ഇവിടെ കണ്ട അടിയിലേക്ക് നീക്കാൻ പോകാൻ പറ്റും. നമ്മൾ വല്ല ടൂൾ എടുത്തിട്ട് കീബോർഡിൽ ഇടത് ഭാഗത്ത് ഇടത് സൈഡിലും മൂലയിൽ കാണുന്ന എസ്കേപ്പ് അടിച്ചാൽ അതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ പറ്റും. നമ്മൾ വീണ്ടും നമ്മുടെ 100% ആക്കിയ വൃത്തിയിൽ കിട്ടും. ഇനി നമുക്കിതിപ്പോൾ ഒരു റെക്റ്റാങ്കിൾ വരച്ചു, അതിൻ്റെ മേലോട്ട് ട്രയാങ്കിൾ വരച്ചു. ഇനി നമുക്കിത് മൊത്തത്തിൽ സെലക്ട് ചെയ്തു. ഇനി ഇതിൻ്റെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. റൊട്ടേറ്റിന് റൈറ്റ് ആംഗിൾ 90 ഡിഗ്രി ചെയ്താൽ വലത്തോട്ടായി. ഈ റൊട്ടേറ്റ് ഓപ്ഷൻ എടുത്തിട്ട് ഇതിൻ്റെ വീണ്ടും റൊട്ടേറ്റ് ലെഫ്റ്റ് 90 ഡിഗ്രി ഇങ്ങനെ ചെയ്തു. റൊട്ടേറ്റ് 180 ഡിഗ്രി ചെയ്താൽ 180 ആയി. ഫ്ലിപ്പ് വെർട്ടിക്കൽ പറഞ്ഞാൽ അങ്ങനെയായി. ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ പറഞ്ഞാൽ കുറച്ച് നീങ്ങി. അങ്ങനെ ഇതിലുള്ള ഓപ്ഷൻസ് എടുക്കാൻ പറ്റും റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ബ്രഷസ് ഉണ്ട്. ബ്രഷസിൽ നമുക്ക് ഓരോ ഓപ്ഷൻസ് എടുക്കാൻ പറ്റും, വരയ്ക്കാൻ പറ്റും. അവിടെയും തിക്നെസ് കൂട്ടാൻ തന്നെ ഉപയോഗിക്കുക. ബ്രഷസിൽ ഓരോ ഓപ്ഷൻസ് എടുത്തിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇതിനാണ് ഇവിടുത്തെ ബ്രഷസ് ഉപയോഗിക്കുക. തിക്നെസ് കൂട്ടാൻ ഇവിടുത്തെ ഇത് ഉപയോഗിക്കുക. പിന്നെ ഇപ്പോൾ നമ്മളൊരു സർക്കിൾ വരച്ചു. ഇതിൻ്റെ ഔട്ടറിൽ ഇപ്പോൾ ഒരു കറുത്ത കളർ കാണാൻ പറ്റും. ആ കറുത്ത കളർ ഔട്ടർ ലൈൻ എന്ന ഓപ്ഷനിൽ സോളിഡ് കൊടുത്താൽ സോളിഡായി. നോ ഔട്ട്ലൈൻ പറയുമ്പോൾ ഇവിടെ വരുന്ന മാറ്റം കാണാൻ വേണ്ടിയിട്ടാണ്. നോ ഔട്ട്ലൈൻ കൊടുത്തപ്പോൾ കറുപ്പ് കളർ കാണാനില്ല. സോളിഡ് കളർ കൊടുത്തപ്പോൾ സോളിഡ് കളർ. ക്രയോൺ കൊടുത്തപ്പോൾ കറുപ്പിൻ്റെ ഇത്തിരി മാറി. ക്രയോൺ കൊടുത്തപ്പോൾ കറുപ്പായി. ഈ സാധാ സർക്കിൾ നമ്മളൊന്ന് വരച്ച് നോക്കുക. ഇപ്പോൾ ക്രയോൺ സൈസിലൊക്കെ എടുക്കണം. അത് നമ്മൾ സോളിഡ് കളർ കൊടുത്തപ്പോൾ സോളിഡ് കളറായി. ആ ഓപ്ഷൻസ് ഇവിടെ നിന്ന് കിട്ടും. ഇനി നമുക്ക് കളർ എക്സ്ട്രാ ഇവിടേക്ക് ആഡ് ചെയ്യണമെങ്കിൽ എഡിറ്റ് കളേഴ്സ് നിൽക്കുക. ഇതിലിപ്പോൾ ഈ കളർ ഇപ്പോൾ നിൽക്കിയതിന് ശേഷം ഓക്കെ അടിച്ചാൽ ഇവിടെ ഉണ്ടായി ഒരു കളർ വന്നു. ഇനി രണ്ടാമത്തെ കളർ ഇപ്പോൾ ഇവിടേക്ക് വേറൊരു കളർ വരണമെങ്കിൽ എഡിറ്റ് കളേഴ്സ് നിൽക്കുക. നമുക്കിപ്പോൾ റോസിൻ്റെ കളർ അധികമില്ലല്ലോ, അപ്പോൾ റോസിൻ്റെ കളറായിട്ട് റോസിൻ്റെ അതിർത്തതിന് ശേഷം ഓക്കെ അടിക്കുക. അതേപോലത്തെ ഈ ഏരിയത്തെ ഒരു കളർ നമുക്ക് വേണമെന്ന് വെച്ചാൽ അവിടെ ആ കളർ വന്നു. റോസല്ല, വേറെ ഏതോ കളർ വന്നുള്ളത്. അങ്ങനെ കളേഴ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇത് മൊത്തം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ കീബോർഡിൽ Ctrl+A പണ്ടൊരു ഓപ്ഷൻ ഉണ്ട്. Ctrl അടിക്കുക, A അടിക്കുക, എന്നിട്ട് ഡിലീറ്റ് നിൽക്കുക. അങ്ങനെയും ഡിലീറ്റ് ആക്കാൻ പറ്റും. ഇനി നമുക്ക് തന്നെ 2 സർക്കിൾ ഇപ്പോൾ ബ്ലാക്ക് ആയിട്ട് വരയ്ക്കാൻ പറ്റും. വരച്ചു വിചാരിക്കുക. ഇനി നമുക്കിത് റെക്റ്റാങ്കുലർ രീതിയിൽ സെലക്ട് ചെയ്ത് അങ്ങനെ മൊത്തമായിട്ട് സെലക്ട് ആവും. അതല്ലാണ്ട് നമുക്ക് വേറെ രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റും. ഫ്രീ ഫ്രം സെലക്ഷൻ നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഓരോ രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഏരിയ മാത്രമായിട്ട് സെലക്ട് ആയി. ഇവിടെ നമുക്ക് അങ്ങനെ സെലക്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ഏരിയാസ് അങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സെലക്ട് ചെയ്യാൻ നമുക്ക് ഓരോ ചിത്രമൊക്കെ വരയ്ക്കുമ്പോൾ ഇങ്ങനത്തെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ആവശ്യം വന്നാൽ ഉപയോഗിക്കാൻ പറ്റും. സെലക്റ്റിൽ ഫ്രീ ഫ്രം സെലക്ഷൻ എന്ന ഓപ്ഷനാണ് അതിലുപയോഗിക്കുക. പിന്നെ വേറെ ഉണ്ട് സെലക്ട് ഓൾ. അതും Ctrl ആയ പോലെ തന്നെ സെലക്ട് ഓൾ അടിക്കുക, ഡിലീറ്റ് നിൽക്കുക, ഒക്കെ പോവും. സെലക്ട് ഓളിനാണെങ്കിൽ നമുക്ക് Ctrl A അടിച്ചാലും മതി. സെലക്ട് ഓൾ നിൽക്കുമ്പോൾ തന്നെ വരുന്നുണ്ട് Ctrl A ഓപ്ഷൻ നിൽക്കി നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. നമുക്കിനി ഇതിലെങ്ങനെ വരയ്ക്കണം എന്ന് നോക്കി നോക്കാം. ഇപ്പോൾ ഒരു വീട് വരയ്ക്കുന്ന ചെറിയൊരു എക്സാമ്പിൾ കാണിക്കുകയാണ്. ഇതിൽ ആദ്യമൊരു ചതുരം വരച്ചു ഇരിക്കുക. പിന്നെ അതിൻ്റെ മേലെ ഒരു റെക്റ്റാങ്കിൾ മേൽക്കൂരായിട്ട് റൂഫ് വരച്ചു. ഇനി നമുക്കിതിനൊരു വാതിൽ വരയ്ക്കാം. ഇതിൻ്റെ സെൻറ്റർ ഏകദേശം എവിടെയാണെന്ന് വിചാരിക്കുന്നു. തെറ്റി. നമ്മളിപ്പോൾ റെക്റ്റാങ്കിൾ
ട്രയാങ്കിൾ എടുത്തിട്ട് വരച്ചത്. അപ്പോൾ തെറ്റിങ്കിൽ കൺട്രോൾ സെറ്റ് അടിക്കുക, റെക്റ്റാങ്കിൾ വീണ്ടും എടുക്കുക, എന്നിട്ട് അതിൽ വരയ്ക്കുക. ഇനി നമ്മൾ 2 ചാനൽ വേണം. അപ്പോൾ ഇപ്പോഴുള്ള ടൂൾ തന്നെ ഒന്ന് പുറത്ത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ജനൽ വരയ്ക്കുക. ഇനി ഇതിൻ്റെ സൈഡിലേക്ക് പോണ തരത്തിൽ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ തോന്നുന്ന തരത്തിൽ വരയ്ക്കണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കുക. അത് കൃത്യം പൊസിഷനിലല്ല എന്നുള്ളത്. അപ്പോൾ കൺട്രോൾ സെറ്റ് അടിച്ചിട്ട് പോവും. നമുക്കിത് ചെറുതാക്കിയിട്ട് വരച്ച വൃത്തിയിൽ കുറച്ചുകൂടി പോകാൻ പറ്റും. അപ്പോൾ ഇത് ഏറ്റവും മേലേക്ക് എടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് അടിക്ക് ആക്കണമെങ്കിൽ സെലക്ട് ഓപ്ഷൻ എടുക്കുക, മൊത്തം അടിക്ക് വെക്കുക, കുറച്ച് അടിക്ക് നിൽക്കുക, എന്നിട്ട് നിൽക്കിയിട്ട് 50% വീണ്ടും ആക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടാനുസരണം വൃത്തിയിൽ വന്നു. വീണ്ടും ലൈൻ ടൂൾ എടുക്കുക, അടിയത്തെ ലൈന് പാരലൽ സമാന്തരമായിട്ട് ഏകദേശം വരുന്നുണ്ട് നോക്കുക, ഇട്ട് വരയ്ക്കുക. ഈ ലൈന് പാരലായിട്ട് അവിടുന്ന് വേറെ ലൈൻ വരയ്ക്കുക. ഏകദേശം ഒരു വീട് ഷേപ്പ് വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വരയ്ക്കുക. ഉണ്ടോ? ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഓരോ കളറൊക്കെ കൊടുത്താൽ ചിലപ്പോൾ വൃത്തിയാവുമെന്ന് വിചാരിക്കുന്നു. കളർ കൊടുക്കാൻ നമ്മൾ ഈ ടൂൾ എടുക്കുക. കണ്ട ഇവിടത്തുള്ള ടൂള് ഫില്ല് വിത്ത് കളർ എടുക്കുക, അടിച്ചു. കുറച്ചുകൂടി നല്ല കളർ എടുത്താൽ തോന്നുന്നു. ഓറഞ്ച് അടിച്ചു. ഈ മേലക്കൂലിക്ക് ചുവപ്പ് അടിച്ച് നോക്കി നോക്കാം. ഇവിടെ നീലടിച്ച് നോക്കി നോക്കാം. ജനലിന് ഈ കളർ നോക്കി നോക്കാം. അവിടെ ഫില്ലാവാത്തതുകൊണ്ടാണ് അങ്ങനെ വന്നത്. മൊത്തം കളർ ഇവിടെ കറുപ്പ് ലൈൻ ഫില്ലായിട്ടില്ല. അപ്പോൾ നമുക്ക് ഫില്ലാക്കണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് വരച്ച് നോക്കി നോക്കാം. ഇനി ഫില്ലായിട്ട് നോക്കി നോക്കാം. വീണ്ടും ആ ടൂൾ എടുക്കുക, നിൽക്കി. ഇപ്പോൾ ഫില്ലായി. ഈ കളർ എടുത്ത് നോക്കി നോക്കാം. അപ്പോൾ ഏകദേശം ഇങ്ങനെയൊക്കെയാണ് കളറൊക്കെ ആഡ് ചെയ്യുക. ഈ വാതിലിനൊരു കളർ നമ്മൾക്ക് ഈ കളർ എടുത്ത് നോക്കി നോക്കാം. കണ്ട ഇപ്പോൾ വീട് ഏകദേശം ഷേപ്പായി. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ വരയ്ക്കുക. ഇനി ഇതിൽ തന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. അപ്പം ലൈൻ വരയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. കണ്ട ലൈൻ വരയ്ക്കുമ്പോൾ ഇപ്പോൾ കറുപ്പ് ലൈൻ കൃത്യം നേരേക്ക് വരയ്ക്കുമ്പോൾ ഒരു വൃത്തികേടായിട്ട് വരുന്നുണ്ട്. അപ്പം വൃത്തികേടെന്നല്ല, കൃത്യം നേരെ ഡൗട്ട് നമുക്ക് തോന്നുണ്ടാവും. അപ്പോൾ ഷിഫ്റ്റിൻ്റെ കീബോർഡിൽ അടുത്ത ഭാഗത്ത് ഷിഫ്റ്റ് അമർത്തിയ കൃത്യം നേരെ വര പോണ് കാണാം. കണ്ട കൃത്യം നേരെ ഹൊറിസോണ്ടലായിട്ട്, അതുപോലെ പെർപെൻഡിക്കുലർ, അതായത് 90 ഡിഗ്രി ആയിട്ട് പോകുമല്ലോ. മേലേക്കും താഴേക്കും സൈഡിലേക്കായിട്ട് കൃത്യം ഇതായിട്ട് വൃത്തിയിൽ കിട്ടും. ചെരിയാണ്ട് വര കൃത്യം നേരേക്ക് കിട്ടും. കണ്ട ഇങ്ങനെ സൈഡിലേക്കും കിട്ടും. പക്ഷേ വരയ്ക്ക് തിരിച്ച് ചെരിവുണ്ടാവില്ല. നമ്മൾ ഷിഫ്റ്റ് ഉപയോഗിക്കേണ്ടി വരച്ചാൽ ആ ചെരിവ് ദൂരേക്ക് വരയ്ക്കുമ്പോൾ ഉള്ള പോലെ തോന്നും. ഷിഫ്റ്റ് അമർത്തിയിട്ട് വരയ്ക്കുകയാണെങ്കിൽ വരയ്ക്ക് ചെരിവില്ലാണ്ട് കിട്ടും. വരയ്ക്ക് 90 ഡിഗ്രി അങ്ങനെയൊന്നുമല്ല, ഹൊറിസോണ്ടലായിട്ടും കിട്ടും, പെർപെൻഡിക്കുലറായിട്ടും കിട്ടും. ഇപ്പം ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിലും കിട്ടുന്നുണ്ട്. കണ്ടോ? കൂടുതൽ ഈ ഹൊറിസോണ്ടൽ, പിന്നെ പെർപെൻഡിക്കുലർ, പിന്നെ രണ്ടിനും നടുവായിട്ട് 45 ഡിഗ്രി, ഈ 3 ഐറ്റം വരിക. കണ്ട നമുക്ക് കിട്ടുന്നത് കണ്ട നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഷിഫ്റ്റ് അമർത്തി അങ്ങനെ കിട്ടുക. പിന്നെ നമുക്കിവിടെ വ്യൂ ഓപ്ഷൻ ഉണ്ട്. ഇത് സൂം ഔട്ട് പറഞ്ഞാൽ നമ്മളിവിടെ ചെയ്യണതിന് പകരം നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. സൂമിന് പറഞ്ഞാൽ വലുതാക്കാൻ പറ്റും. 100 നിൽക്കുക ഒറ്റയടിക്ക് 100ക്ക് എത്തും, 100%. ഇതിനാണ് നമ്മൾ ചെയ്യുക. നമ്മൾ 50-ലാണ് ചെയ്തത്, 50-ഇട്ടിട്ട്. അപ്പോൾ 50-ഇട്ടിട്ട് തന്നെ ഇങ്ങനെ വൃത്തിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കിത് ഫുൾ സ്ക്രീനിൽ കാണണമെങ്കിൽ ഫുൾ സ്ക്രീൻ നോക്കി നോക്കുക. അപ്പോൾ നമുക്ക് ഫുൾ സ്ക്രീനിൽ കാണാൻ പറ്റും. ഇത് നമ്മൾ എസ്കേപ്പ് അടിച്ചാൽ പുറത്തേക്ക് വരാൻ പറ്റും. കീബോർഡിൽ ഇടത് ഭാഗത്ത് മൂലയിൽ കണ്ട ഫുൾ സ്ക്രീൻ അടിക്കുക, അടുത്ത ഭാഗത്തുള്ള എസ്കേപ്പ് അടിച്ചാൽ പുറത്തേക്ക് വരാൻ പറ്റും. പിന്നെ ഗ്രിഡ് ലൈൻ വരണമെങ്കിൽ ഗ്രിഡ് ലൈൻ ഉണ്ട്, എക്സ്ട്രാ ഗ്രിഡ് ലൈൻ വരും. റൂളേഴ്സ് പറഞ്ഞാൽ മേലും താഴെ സ്കെയിൽ പോലത്തെ ഒരു അളവ് വരും, അത്രയല്ലോ. സ്റ്റാറ്റസ് ബാർ പറഞ്ഞാൽ അടിയിൽ കണ്ട ഈ 50% അങ്ങനത്തെ ഇതൊക്കെ അടിയിൽ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ സൈസ് അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അത് സ്റ്റാറ്റസ് ബാർ ഒഴിവാക്കി അടിയിട്ട് അത് പോയി കിട്ടും. അപ്പോൾ അത് പോയിട്ടുണ്ടെങ്കിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് സ്റ്റാറ്റസ് ബാർ ടിക്ക് കൊടുത്താൽ വരും. പിന്നെ റൂളേഴ്സ് ടിക്ക് കളഞ്ഞാൽ അതും പോയി കിട്ടും. അപ്പോൾ ഗ്രിഡ് ലൈൻസ് ഇട്ടുണ്ടെങ്കിൽ ഗ്രിഡായിട്ട് കാണാൻ പറ്റും. ആ ഓപ്ഷൻ കളഞ്ഞാൽ അതും പോയി കിട്ടും. ഇത്രയും മനസ്സിലാക്കി ഇതിലൊരു വിധം ചെയ്യാൻ പറ്റും. ഇപ്പോൾ പാസ്റ്റ് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റും. പാസ്റ്റ് ഫ്രം പറഞ്ഞാൽ നമുക്ക് എവിടെ നിന്നും പാസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോൾ സെലക്ട് ചെയ്യണതിന് ഈ ഏരിയ സെലക്ട് ചെയ്തിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കണമെങ്കിൽ കണ്ട ഈ ഏരിയ ഇപ്പോൾ പുറത്തേക്കായി. അതന്നെ ഇങ്ങനെ ഏരിയ നമുക്ക് ഓരോ തരത്തിലിങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും. കൺട്രോൾ അടിക്കുക, മൊത്തം അടിച്ചിട്ട് ഡിലീറ്റ് ആക്കിയാൽ മൊത്തമായിട്ട് പോവുകയും ചെയ്യും.
നമുക്ക് ഫയലിൽ നോക്കിയിട്ട് കണ്ട ഫയലിൽ ഇതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ന്യൂ പ്രൊജക്റ്റ് കിട്ടണമെങ്കിൽ ന്യൂ അടിക്കുക, ഓപ്പൺ ചെയ്യണമെങ്കിൽ ഓപ്പൺ, സേവ് ആസ്. ഇവിടെ ഉള്ള 4 ഓപ്ഷൻസ് തന്നെ ഇവിടെയും കാണാൻ പറ്റും. അതേപോലെ എക്സിറ്റ് അടിക്കാനുള്ള ഓപ്ഷൻസ്. നമ്മൾ മുന്നേ ചെയ്തിരുന്ന വർക്കുകൾ കിട്ടണമെങ്കിൽ ഇവിടെ നിൽക്കുക. ഇപ്പോൾ ബാർ സ്ക്രീൻ നമ്മൾ മുന്നേ ചെയ്തിരുന്ന വർക്കാണ്. അപ്പോൾ ഇപ്പോൾ ചെയ്തിരുന്ന വർക്ക് സേവ് ചെയ്യണോ വേണ്ടോ ചോദിക്കണം. ഡോൺ സേവ് നോക്കി ഡോൺ സേവ്. നമ്മൾ പുതിയത് ഇപ്പോൾ ഇത്രയല്ലോ. നമുക്ക് ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഒരുവിധം വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഇതിൽ ഓരോ ടൂൾസൊക്കെ ഉപയോഗിക്കുക. പെൻസിൽ റെക്ടാങ്കിൾ, പിന്നെ ആ ഷേപ്പ് ഉണ്ട്. ഷേപ്പിലൊരു വ്യത്യാസം വരുന്നുണ്ട്. ട്രയാങ്കിൾ തന്നെ ഇങ്ങനത്തെ ട്രയാങ്കിൾ വേണമെങ്കിൽ ഇങ്ങനത്തെ ട്രയാങ്കിൾ, മറ്റേ ട്രയാങ്കിൾ. അതിൽ ഓരോ ടൂൾസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൽ തന്നെ ഫ്ലോ ചാർട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതായത് കൺട്രോൾ ആയി ഡിലീറ്റ് നിൽക്കുക. ഇപ്പോൾ ഡിലീറ്റ് ആയി. ഈ ഫ്ലോ ചാർട്ട് നിൽക്കണമെങ്കിൽ കണ്ട ഓരോ ചാർട്ടിനും നമുക്ക് ആവശ്യാനുസരണം വലുപ്പത്തിൽ നിൽക്കുക. അല്ലെങ്കിൽ ഇത് ഡിലീറ്റ് ആക്കണമെങ്കിൽ കൺട്രോൾ സെറ്റ് അടിക്കുക. ഇതില്ലേ കൺട്രോൾ സെറ്റ് അടിച്ചതിന് ശേഷം ഇത് സെലക്ട് ചെയ്യുക. ഇതിൻ്റെ കൺട്രോൾ C അടിക്കുക, കൺട്രോൾ V അടിക്കുക. അപ്പോൾ കോപ്പി അടിച്ചു, പേസ്റ്റായി. കൺട്രോൾ C അടിച്ചപ്പോൾ കോപ്പി ആയി, പിന്നെ പേസ്റ്റായി. വീണ്ടും കൺട്രോൾ V അടിച്ചാൽ മാത്രം മതി. അപ്പോൾ അതിൻ്റെ പേസ്റ്റ് ഓപ്ഷൻസ് ഇങ്ങനെ വരും. വീണ്ടും കൺട്രോൾ V അടിച്ചാൽ പേസ്റ്റ് ഓപ്ഷൻസ് ആയി. അപ്പോൾ നമുക്ക് ഫ്ലോ ചാർട്ടൊക്കെ ഉണ്ടാക്കാൻ ഇത് ഉപയോഗിക്കാൻ പറ്റും. ഫ്ലോ ചാർട്ട് ഉണ്ടാക്കാൻ നമുക്ക് കണ്ട ഈ സാധനം എടുത്തതിന് ശേഷം ഇവിടെ നിൽക്കുക. ഫ്ലോ ചാർട്ട് ഉണ്ടാക്കാനും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഈ ഫ്ലോ ചാർട്ട് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ടൈപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ നിൽക്കുക. ഇപ്പോൾ 1 എന്ന് അടിച്ചു കൊടുത്തു. അതിൻ്റെ സൈസ് കൂട്ടണമെങ്കിൽ 1ൻ്റെ സൈസ് കൂട്ടണമെങ്കിൽ ഇപ്പോൾ കണ്ട 24 72 ആക്കി 72 ആവും. അതിൻ്റെ ഉള്ളിൽ കൊള്ളണമെങ്കിൽ ഇപ്പോൾ 22 36. ഇപ്പോൾ ഇതിൽ തന്നെ ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇറ്റാലിക്ക് ചെരിഞ്ഞ് കിട്ടും. ഇപ്പോൾ നേരേക്ക് ആക്കണമെങ്കിൽ ഇങ്ങനെ കിട്ടും. ബോൾഡ് ചെയ്യാനാണ് B ഉപയോഗിക്കുന്നത്. ചെരിഞ്ഞിട്ടാണെങ്കിൽ അതിന് ചെരിഞ്ഞിട്ടാക്കാൻ പറ്റും. ഒന്നുകൂടി നിൽക്കിയാൽ സാധാ പോലെയാവും. പിന്നെ അടിയിൽ അണ്ടർലൈൻ വരണമെങ്കിൽ ഇത് നിൽക്കുക. ഇനി നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ പല ടൈപ്പ് ഉണ്ട്. കണ്ടാ അത് നമ്മൾ പുറത്ത് ഇതുകൊണ്ടായി പോയി. അപ്പോൾ ഒന്നുകൂടി കൺട്രോൾ സെറ്റ് അടിച്ചായി പോവും. വീണ്ടും അതിൻ്റെ ഉള്ളിൽ നമ്മൾ നിൽക്കുക. അപ്പോൾ 1 ക്യാപ്സിലൊക്കെ ആക്കിയിട്ട് 1 അടിച്ചാൽ ഇങ്ങനെ വരും. നമുക്ക് വേറെ ഓപ്ഷൻസിന് വരണമെങ്കിൽ ഇവിടെ വേണമെങ്കിൽ സെർച്ച് ചെയ്യുക. ഇത് മൊത്തം ഡിലീറ്റ് ആക്കുക. എന്നിട്ട് ടൈംസ് ന്യൂ റോമൻ വേണമെങ്കിൽ ടൈംസ് ന്യൂ റോമൻ അപ്പനായി വന്ന് കിടക്കുന്നുണ്ട്. അപ്പം എൻ്റർ അടിക്കുക. അപ്പം അങ്ങനെ വന്ന് കിടക്കും. ഇവിടെ നിൽക്കണമെങ്കിൽ 2 എന്ന് അടിക്കുക. 2 3 നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷനിൽ നിൽക്കാൻ പറ്റും. നമുക്ക് ഇതിന് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുപോയിക്കണമെങ്കിൽ പ്ലസ് ചിഹ്നം കണ്ട അതിനടുത്ത് വരുമ്പോൾ ഒരു പ്ലസ് ചിഹ്നം വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ആ പ്ലസ് ചിഹ്നം കൊടുന്ന് വെച്ചിട്ട് നമുക്ക് വൃത്തിന് ഇവിടെ വരണമെങ്കിൽ ഇവിടെ വരാൻ പറ്റും. പുറത്ത് നിൽക്കുക പിന്നെ പോയി. അതേപോലെ ഇവിടെ ഇപ്പോൾ 4 നിൽക്കണമെങ്കിൽ FOUR എന്നടിക്കുക. എന്നിട്ട് എവിടെ വരേണ്ടത് നോക്കുക. കണ്ട ഇപ്പോൾ ഇവിടെ വരണമെങ്കിൽ ഇവിടെ നിൽക്കുക. ഇവിടെ കണ്ട ഈ പ്ലസ് ചിഹ്നം വന്നതിന് മൗസ് ഇടത് ബട്ടൺ വെച്ചിട്ട് ഡ്രാഗ് ചെയ്താൽ അങ്ങനെ പോയി കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഇതിലത്തെ ടൂൾസൊക്കെ ഒരുവിധം ഉപയോഗിക്കുന്നത്.